വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് കേന്ദ്ര ഏജൻസി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുറത്തുവരും. അതിൽ പ്രതികളായിട്ടുള്ള നിരവധി ആളുകളെ ഇ.ഡി. സംഘം അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രതികളിൽ ഉൾപ്പെടാൻ പോകുന്നത് CPM-ന്റെ പ്രമുഖ നേതാക്കൾ തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തുതന്നെയായിരുന്നാലും പാർട്ടി സെക്രട്ടറി ഉടൻ തന്നെ അകത്താകുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെയില്ല. കാരണം പാർട്ടി സെക്രട്ടറിയെയും പ്രതി ചേർത്ത് തന്നെയാണ് മുന്നോട്ട് ഇ.ഡി. സംഘം പോകുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് CPM-നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം കൈപ്പറ്റി എന്ന് ഇ.ഡി. റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നു. CPM-ന്റെ സ്വത്തുവകകളും ഇ.ഡി. അങ്ങനെ കണ്ടുകെട്ടി. CPM-ന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെയായിട്ടുള്ള 29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം അനുസരിച്ച് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള M.M. വർഗീസും പ്രതിയായി മാറുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ M.M. വർഗീസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതിനുള്ള മറുപടി ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ഘട്ടത്തിലെ കുറ്റപത്രത്തിൽ വർഗീസിനെയും പ്രതി ചേർക്കുമെന്നുള്ള വിവരം ഇ.ഡി. സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വർഗീസിനെ പ്രതിയാക്കാനായി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്രയവിക്രയങ്ങൾ നടത്തിയതും പണമിടപാട് നടത്തിയതുമൊക്കെ വർഗീസ് ആയിരിക്കുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. CPM-ന്റെ 8 ബാങ്ക് അക്കൗണ്ടുകളിലും അതിലുണ്ടായിരുന്ന 60 ലക്ഷം രൂപയുമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. CPM-നെ കൂടി പ്രതിസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് ഇ.ഡി. സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. CPM-ലെ ഒരു പ്രമുഖ നേതാവ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തണമെങ്കിൽ അത് പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇ.ഡി. സംഘമുള്ളത്. തൃശൂർ പൊറത്തുശ്ശേരിയിൽ CPM-ന് വേണ്ടി സ്ഥലം വാങ്ങിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചുവെന്നുള്ള കണ്ടെത്തൽ ഇ.ഡി. സംഘം മുന്നോട്ട് വയ്ക്കുന്നു. പൊറത്തുശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് 13 ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളും വാങ്ങിക്കൂട്ടിയത്. ഇതേക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ഇ.ഡി. തന്നെ പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി M.M. വർഗീസിന്റെ പേരിലുള്ളതാണ് ഈ കണ്ടുകെട്ടിയ സ്വത്തും അക്കൗണ്ടുകളുമൊക്കെ. പാർട്ടിയുടെ പല തട്ടിലൂടെ ഘടകങ്ങളുടെ 8 അക്കൗണ്ടുകളാണ് ഇങ്ങനെ പലതരത്തിൽ കണ്ടുകെട്ടിയിരിക്കുന്നത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.